മലയാളിയുടെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ അത് സിനിമയിലായാലും നാടകത്തിലായാലും കഥയിലായാലും കാര്യത്തിലായാലും സെക്രട്ടേറിയറ്റിലായാലും വീട്ടിലായാലും മലയാളിയുടെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ സ്ത്രീകൾക്ക് കൂടി എന്തെങ്കിലും കിട്ടുന്നു എന്നൊരു അവസ്ഥ വരണം. കൊണ്ടിളകും, വലിയ രൂപത്തിലാണ് കൊണ്ടിളകുന്നത്. അതാ ഇപ്പോൾ സിനിമയിൽ രംഗത്ത് നോക്കൂ, ജഗദീഷ് മത്സരിച്ചു, പ്രൊഫസറാണ്. ശ്വേതാമേനോനും മത്സരിച്ചു. ശ്വേതാമേനോൻ മത്സരിച്ചപ്പോൾ എല്ലാവരും കൈയടിച്ചു. കാര്യം ഒരു വനിത പ്രസിഡന്റ് ആവണേ നല്ലതല്ലേ, പ്രത്യേകിച്ച് ശ്വേതാമേനോനെ പോലത്തെ ഒരു ബോൾഡായിട്ടുള്ളൊരു വനിത വരികയാണെങ്കിൽ ഒരു അയൺ ലേഡിയല്ലേ, അപ്പോൾ ഒരു വരി നല്ലതല്ലേ. ഓ ശരി, ആരോഗ്യമുണ്ടല്ലോ, അപ്പോൾ ആരെങ്കിലും ഒന്ന് ഇപ്പോൾ രേവതിയെ പോലുള്ള പാവപ്പെട്ട കൊച്ചു പൊക്കവും തടിയൊക്കെ കുറഞ്ഞവരാണോ, ചെറിയ ആളുകളാണ് വന്നിരിക്കുന്നത്, ചിലപ്പോൾ അവർക്കൊരു ഷൗട്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല ഒരു മീറ്റിങ്ങിൽ. അപ്പോൾ ഇത് അങ്ങനെ, ഞാൻ രേവതിയെ കൊച്ചാക്കി അറിഞ്ഞാൽ വലിയ നടിയാണ് കേട്ടോ, വളരെ വലിയ നടിയാണ്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ മേനക എടുത്ത് നമ്മൾ കുഞ്ഞു കുഞ്ഞാളുകളാണ്, നമ്മുടെ വീട്ടിലായാലും കൊച്ചുകുട്ടികളുണ്ടല്ലോ, അല്ലെങ്കിൽ സൈസ് കൊണ്ട് ചെറിയ ആളുകളുണ്ടല്ലോ, അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് അവരെപ്പോൾ വലിയ മുതിർന്ന നല്ല തടിയൊക്കെയുള്ള ആളുകളാണ് എപ്പോഴും ഒരു ഗാംഭീര്യ രീതി നിൽക്കുന്നത്. അപ്പോൾ ശ്വേതാമേനോനെ സംബന്ധിച്ചിടത്തോളം ഒരു ലീഡർ ആവാനുള്ള ആംബിയൻസും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം രാഹുൽ ഗാന്ധിയെ പറയുമ്പോൾ പലരും പറയാറുണ്ട്, അയ്യോ അത് ചെറിയ ഒരാളിനെ പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്, പലരും ഇങ്ങനെ ട്രോളാറുണ്ട്. തടിയൊക്കെ വെച്ച് അത് രാഷ്ട്രീയത്തിൽ അതൊരു ആവശ്യമുണ്ട്, ഒരു ഗാംഭീര്യമൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ സ്ഥാനത്ത് വരുന്ന ഒരാളിനൊരു ഗാംഭീര്യമൊക്കെ ഉള്ള ശ്വേതാമേനോൻ വരുന്നത് നല്ലതാണ്. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്, നല്ലതാണ്. പക്ഷേ ശ്വേതാമേനോൻ അങ്ങനെ വരാൻ സമയത്താണ് ഇപ്പോഴത്തെ ആരോപണങ്ങളുടെ പെരുമഴയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശ്വേതാമേനോൻ്റെ എതിരെ കേസ് കൊടുത്തതിൻ്റെ പിന്നിൽ അതിന് പണം കൊടുത്ത് കേസ് കൊടുപ്പിച്ചത് ബാബുരാജാണെന്നുള്ള നിലയിൽ മാലാപാർവതിയുടെ ആരോപണം വന്നു കഴിഞ്ഞു. ഒരു വനിത മത്സരിക്കുന്നു, വേറൊരു പുരുഷൻ പുറത്തിറങ്ങി കേസ് കൊടുപ്പിക്കുന്നു, മറ്റൊരു വനിത വന്ന് ഇതിന് ആരോപണം പറയുന്നു. എന്തൊരു ഗതികേടാണ്. കൊച്ചി കേന്ദ്രീകരിച്ചുള്ളൊരു പവർ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിൻ്റേതാണ്, ഇതുപോലത്തെ പെൺവാണിഭങ്ങളുടേതാണ്, മദ്യത്തിൻ്റേതാണ്, ഡി ജെ പാർട്ടികളിലെ മോശപ്പെട്ട ഡി ജെ പാർട്ടികൾ നല്ലതുകൊണ്ട് വളരെ വഷളായി പോയി തല്ലുകൂടി തീരുന്ന ഡി ജെ പാർട്ടികളും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാ ഡി ജെ പാർട്ടിയും മോശമാണെന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ. മനോഹരമായി ഉള്ള ഒരുപാട് രാജ്യങ്ങളിൽ നന്നായി ഡി ജെ പാർട്ടികൾ നടക്കുന്നുണ്ട്. ആ ഡാൻസ് ജോക്കി എന്നാണല്ലോ. അപ്പോൾ അതേസമയം കഞ്ചാവ് അടിച്ച് ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുപോയി മദ്യമായി സ്ത്രീകളെ ഉപദ്രവിച്ച് അത് വേറെ തരത്തിലുണ്ട്. ഇതെല്ലാത്തിൻ്റെ ഒരു അധോലോക കേന്ദ്രം കൂടി കൊച്ചിയിൽ കുറച്ച് സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. കൊച്ചി മൊത്തം അങ്ങനെയല്ല കേട്ടോ. കൊച്ചി വളരെ മനോഹരമായ അറബിക്കടലിൻ്റെ റാണിയാണ് കൊച്ചി. അപ്പോൾ ആ അറബിക്കടലിൻ്റെ റാണിയിൽ കുറച്ച് പേരുണ്ട് ഇതുപോലത്തെ കുഴപ്പക്കാരും. അവർ പവർ ഗ്രൂപ്പാണ്. ഏതെങ്കിലും ഒരു നല്ല നടനോ നടിയോ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അപ്പം ട്രോളി വളരെ വലിയ ബഹളം ഉണ്ടാക്കി നശിപ്പിച്ച് കളയും. നമ്മളിത് കാണുന്നതാണ്, ഓരോ കേസിലും കാണുന്നത്. ഇപ്പോഴിതാ ഒരു വനിത മത്സരിക്കാൻ വന്നപ്പോൾ സിനിമയ്ക്കകത്തുള്ള തന്നെ ബാബുരാജ് നേരത്തെ അധിക്ഷേപത്തിൽപ്പെട്ട് മാറിയതാണ്. അങ്ങനെ ഞാൻ അധിക്ഷേപത്തിൽപ്പെട്ട ആളായിട്ട് ഞാൻ മാറുകയാണെങ്കിൽ പിന്നെ പൊന്നമ്മ ബാബുവൊക്കെ വന്ന് പറഞ്ഞു ബാബുരാജ് പിന്മാറണമെന്ന്. ബാബുരാജ് പിന്മാറി. അങ്ങനെ പിന്മാറിയപ്പോൾ എങ്കിൽ പിന്നെ എവളും വേണ്ട അല്ലെങ്കിൽ ഇയാളും വേണ്ട എന്നുള്ള അർത്ഥത്തിൽ ബാബുരാജ് ചിന്തിച്ചു എന്നാണ് മാലാപാർവതിയുടെ പരാതി. എന്തായാലും വളരെ ഒരു മസാല കഥ പോലെ ഒരു ഇപ്പോൾ നമ്മളെ ഈ പരാതി കൊടുത്തിരിക്കുന്ന ആൾ, ശ്വേതാമേനോന് പരാതി കൊടുത്തിരിക്കുന്ന ആൾ അശ്ലീല ചിത്രത്തിൽ അഭിനയിച്ചു എന്നുള്ളതാണല്ലോ. നഗ്നത പ്രദർശിപ്പിച്ചു, അശ്ലീല ചിത്രത്തിൽ അഭിനയിച്ചു, അത് കുട്ടികൾക്ക് മോട്ടിവേഷൻ ആയെന്നൊക്കെ ഉള്ളതാണല്ലോ, അല്ലെങ്കിൽ കുട്ടികളെ തെറ്റായി ധരിപ്പിച്ചു എന്നുള്ളതാണല്ലോ പരാതി ശ്വേതാമേനോൻ്റെ. അതിനേക്കാൾ അശ്ലീലമാണ് ഇപ്പോൾ ഇതിനകത്ത് നടക്കുന്നത്. വലിയൊരു മസാല കഥയാണ്. ഒരു സിനിമ എടുക്കാനുള്ള സ്കോപ്പുണ്ട്. എന്താണിത്? ഒരു സംഘടന 100 150 പേരുള്ള ഒരു താരസംഘടന, അവർ ഓണാഘോഷം നടത്താനും അവർ വയസ്സായവർക്ക് പിന്നെ പെൻഷൻ കൊടുക്കാനും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാ നടന്മാരും നടികളും കൂടി നടത്തിയിരിക്കുന്ന ഒരു 150 പേർ അല്ലെങ്കിൽ 200 പേർക്കുള്ളൊരു പരിപാടി. അവർ നടന്മാർ സെലിബ്രിറ്റികളായതുകൊണ്ടാണ് ഇത്രയും ചാനലിൻ്റെ ഒരു സാധ്യത. അല്ലാതെ 10,000-കണക്കിന് ആളുകളില്ലല്ലോ. അവർ വല്ലപ്പോഴും കൊച്ചിയിലോ അവിടെ ഇവിടെയൊക്കെ കൂടി തിരുവനന്തപുരത്തൊക്കെ കൂടി ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് അവരൊരു ചിത്രമൊക്കെ എടുത്ത് സന്തോഷത്തിൽ പോകും. അതിന് മോഹൻലാൽ ഇന്നസെൻ്റ് അമ്മയുടെ പ്രസിഡൻ്റ് ആയിരുന്നു, ദീർഘകാലം അദ്ദേഹം കൊണ്ടുപോയി. അത് കഴിഞ്ഞ് മോഹൻലാൽ പ്രസിഡൻ്റായി അവർ നന്നായി കൊണ്ടുപോകുന്നൊരു സംഘടനയാണ്. അതിനകത്ത് കുത്തിത്തിരിപ്പും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഈ പെണ്ണുപിടി കേസുകളൊക്കെ ഇത്രയും പുറത്തു വന്നത്. അങ്ങനെ ഒരു മസാല കഥയായിട്ടുണ്ടത്. എന്തായാലും അമ്മയുടെ തിരഞ്ഞെടുപ്പ് ഈ അശ്ലീല സിനിമയേക്കാൾ അശ്ലീലമാക്കി മാറ്റിയത് പുരുഷ കേസരികളാണ്. എന്തിനാണ് നിങ്ങളിങ്ങനെ നിൽക്കാൻ പോകുന്നത്? ഒരാൾ നിൽക്കുന്നു, മത്സരിക്കാൻ പോരുന്നു, മാറുന്നു, പിന്നെ അടുത്ത ആൾ വരുന്നു. ചിലർക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ചിലരെ പെണ്ണ് കേസിൽ പിടിക്കപ്പെട്ടവരാണെന്ന് പറയുന്നു, ചിലർ ബലാത്സംഗ കേസിൽ പിടിക്കപ്പെട്ടവരാണെന്ന് പറയുന്നു, ചിലർ അവിഹിതത്തിൽപ്പെട്ടവരാണെന്ന് പറയുന്നു. അങ്ങനെ പുകയായിട്ടുണ്ട്. എന്തായാലും പറക്കും തളിക സിനിമ പോലെ ആയി. എന്തായാലും കൊള്ളാം. ശ്വേതാമേനോൻ എന്ന് പറയുന്ന ഒരു വനിത മത്സരിക്കാൻ വന്നപ്പോൾ എല്ലാവർക്കും വയറ്റിളക്കം ഉണ്ടായി എന്നുള്ള പോലെയാണ്. ആകെ നാറ്റിക്കുകയാണ്, ആകെ നാശക്കോട്ടയാക്കുകയാണ്. എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ മലയാള സാംസ്കാരിക കലാ സിനിമാ ലോകം ഊറിച്ചിരിക്കുന്നു. ആരടാ യവന്മാരൊക്കെ.